ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് അച്ചായൻസിൻ്റേത്. മൾട്ടി സ്റ്റാർസ് എന്നുള്ളതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 5 നായകന്മാരും 3 നായികമാരുമായിട്ട് ഇന്ന് അച്ചായൻസ് തിയേറ്ററുകളിലെത്തി. സേതുവിന്റെ സ്ക്രിപ്റ്റിന് കണ്ണൻ താമരക്കുളമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. തോട്ടത്തിൽ ഫാമിലി എന്നൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ഇത്. ജയറാം അവതരിപ്പിക്കുന്ന റോയി എന്ന കഥാപാത്രമാണ് ആ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ചേട്ടൻ. ജയറാമിന്റെ ഒരു മികച്ച അച്ചായൻ കഥാപാത്രം തന്നെയാണ് ഇതും. റോയിയും അനിയന്മാരും കൂടി ഒരു ട്രിപ്പ് പോകുന്നതാണ് ഈ കഥയുടെ ഒരു തുടക്കം. ആ ഒരു ട്രിപ്പിനിടയിൽ വെച്ച് അവർ 2 പെൺകുട്ടികളെ മീറ്റ് ചെയ്യുന്നതോടെ കഥ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. റീത്തയും പ്രയാഗയും. റീത്തയെ എത്തുന്നത് അമലപ്പോളാണ്. റീത്തയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ടോംബോയ് സ്വഭാവമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് റീത്തയുടേത്. പ്രയാഗ ഒരു പാവം കുട്ടിയാണ്. റീത്തയാണ് അവളുടെ ശക്തി. പ്രയാഗയായി എത്തുന്നത് അനു സിത്താരയാണ്. ഇവരെ രണ്ടുപേരെയും കാണുന്നതോടുകൂടി ഈ സ്റ്റോറിയുടെ ഗതി ആകെ മാറുകയാണ്. ഇവരെ മീറ്റ് ചെയ്യുന്നവരെ കഥ ഒരു കോമഡിയൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വളരെ ലളിതമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവരെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ത്രില്ലിംഗ് സ്വഭാവത്തിലേക്ക് കഥ മാറുന്നു. റോയി ആയിട്ട് ജയറാം എത്തുമ്പോൾ അനുജനായ ടോണിയായി എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഒക്കെയാണ്. പക്ഷെ ആള് കുറച്ച് ആൽക്കഹോളിക് ഒക്കെയാണ്. എബിയായി എത്തുന്നത് ആദിൽ ഇബ്രാഹിമാണ്. എബി തോട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. റാഫിയായി എത്തുന്നത് സഞ്ജു ശിവറാമാണ്. പിന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജ് കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ അഭിനയിക്കുന്നു. കാർത്തിക് വിശ്വനാഥൻ എന്ന ക്യാരക്ടറാണ് പ്രകാശ് രാജ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അനു സിത്താര, പ്രയാഗ എന്നിവരെ കൂടാതെ ഒരു നായിക കൂടി ഈ ചിത്രത്തിലുണ്ടത്. ടോണിയുടെ ലവറായിട്ട് എത്തുന്നത് ശിവതയാണ്. ധർമ്മജൻ, രമേഷ് പിഷാരടി, സിദ്ദീഖ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ചിത്രത്തിലെ കോമഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കേട്ട് പഴകിയ വാട്സപ്പ് കോമഡി ഒന്നും അല്ല ഇതിലുള്ളത്. നല്ല പുതുമയാർന്ന കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഈ ചിത്രം പ്രേക്ഷകന് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോമഡി രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ രമേഷ് പിഷാരടിയുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നായകന്മാർ തന്നെ ഒരു ഘട്ടത്തിൽ ചിത്രത്തിന്റെ വില്ലന്മാരാകുന്നു എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഈ ചിത്രം ഏതൊരു ജോണറിൽ പെടുത്തും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഫൺ ഫീൽഡ് ത്രില്ലർ എന്നൊരു ജോണറിൽ വേണമെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിനെ ഉൾപ്പെടുത്താം. ആക്ടേഴ്സിന്റെ എല്ലാവരുടെയും അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയാണ് അവരവർക്ക് കിട്ടിയിരിക്കുന്ന റോൾസ് പ്ലേ ചെയ്തിരിക്കുന്നത്. ജയറാമിന്റെ കഴിഞ്ഞ മൂവിയൊക്കെ പരാജയമായിരുന്നെങ്കിൽ ആ ഒരു നഷ്ടം നികത്താൻ അച്ചായൻസിലൂടെ തീർച്ചയായിട്ടും ജയറാമിന് സാധിക്കും. പ്രദീപ് നായരാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി. രതീഷ് വേഗയാണ് മ്യൂസിക്. ഗോപി സുന്ദറിന്റെ BGM നന്നായി തന്നെ ചിത്രത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം. കുറെ തമാശകളും ട്വിസ്റ്റും ത്രില്ലും ഒക്കെ നിറഞ്ഞ നല്ലൊരു മൂവി തന്നെയാണ് അച്ചായൻസ്. 2 മണിക്കൂർ 18 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. അത്രയും സമയം നമ്മളെ ബോറടിപ്പിക്കാതെ എന്തായാലും അച്ചായൻസ് കൊണ്ടുപോകുന്നുണ്ട്.